എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 നവംബർ 1-2 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ആസ്പദമാക്കി സിലബസ് ഓറിയന്റ് ആയിട്ട് ഏറ്റവും പുതിയ SCRT ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വിനോദത്തിലുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഏറ്റവും പുതിയ SCRT ബുക്കുകൾ പുറത്തിറക്കുന്നു. അപ്പോൾ അറിവിടം എന്ന പേരിലാണ് ഈ ബുക്കുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. 2 പുസ്തകങ്ങളാണ്, അതായത് സയൻസിന്റെയും അതുപോലെ തന്നെ SS-ന്റെയും. അതിൽ സയൻസ് 2 പാർട്ടുകൾ, SS 2 പാർട്ടുകൾ. ആദ്യത്തെ പാർട്ടിൽ 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും രണ്ടാമത്തെ പാർട്ടിൽ 6, 8, 10 ക്ലാസ്സുകളുടെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലേണിംഗ് റൂം ഫാക്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ. അതിൽ ആദ്യത്തേത് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്തിരിക്കുന്നു. അതായത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, റസൂൽ പൂക്കുട്ടിയാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുക്കു പരമേശ്വരൻ. ആരാണ്? കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് റസൂൽ പൂക്കുട്ടിയാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇദ്ദേഹം ഓസ്കാർ ജേതാവാണ്. നമുക്കറിയാവുന്ന കാര്യം അല്ലേ, ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും എന്ത് ചെയ്യുന്നു, കൺഫേം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി വീണ്ടും പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എന്താണ് BR ഗവായി ജസ്റ്റിസ് സൂര്യകാന്തിനെ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം 24 നവംബർ 24 എന്ത് ചെയ്യുന്നു, ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇനി എത്രാമത്തെ, അതായത് 53 കേട്ടോ, 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെയാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് തെലങ്കാന മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പല സമയങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് കായിക താരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംസ്ഥാനങ്ങളുടെ പദവികൾ, അതായത് മന്ത്രി പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലൊരു അപ്ഡേഷനാണ്. 2025 തെലങ്കാന മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? അപ്പോൾ 2025 തെലങ്കാനയുടെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര് എന്നാണ്. അത് മുഹമ്മദ് അസറുദ്ദീൻ. ആരാണ്? മുഹമ്മദ് അസറുദ്ദീൻ ആണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിന്റെ വകുപ്പുകൾ 2 ദിവസത്തിനകം നൽകുകയുള്ളൂ. ആ സമയം നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ വയ്ക്കാം. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ തെലങ്കാനയുടെ ഒരു മന്ത്രി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയെ കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തെടുക്കണം അല്ലേ. ആരാണ്? രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയാണ്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ പശ്ചിമ ബംഗാളിന്റെ കായിക സഹമന്ത്രി എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള മനോജ് തിവാരിയാണ്. ജസ്റ്റ് അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ പോലീസ് പരിശോധനയുടെ പേര് എന്താണ്? അത് ഓപ്പറേഷൻ സൈഹണ്ട. എന്താണ്? ഓപ്പറേഷൻ സൈഹണ്ട എന്നാണ്. വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക. എന്താണ്? സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ പോലീസ് പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സൈഹണ്ട. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പുരസ്കാരങ്ങൾ എന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതിലൊന്ന് കേരള പുരസ്കാരങ്ങളാണ്. അപ്പോൾ 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരളം നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ എന്നിങ്ങനെയാണ് 3 പുരസ്കാരങ്ങൾ. സോ ഈ കാറ്റഗറികളിൽ ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രധാനമായിട്ടും കേരള ജ്യോതി ഒരാൾക്കും, കേരളപ്രഭ 2 പേർക്കും, ഇനി കേരളശ്രീ എത്ര പേർക്കുമാണ്? 5 പേർക്കുമാണ് നൽകുന്നത്. എന്നാൽ ചില പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ചെറിയ വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ടോട്ടൽ അവാർഡ് 10ൽ കവിയാൻ പാടില്ല എന്നൊരു നിബന്ധന ഈ ഒരു അവാർഡിലുണ്ട്. സോ അതുകൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ വർഷത്തെ അവാർഡ് ജേതാക്കളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം കേരള ജ്യോതിയാണ്. അപ്പോൾ 4ാമത് കേരള പുരസ്കാരത്തിലെ കേരള ജ്യോതി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ MR രാഘവ വാര്യർ. ആരാണ്? ഡോക്ടർ MR
ആർ രാഘവ വാര്യറാണ്. അപ്പോൾ ഇദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്ത പുരസ്കാരം കൊടുത്തത്. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റ് പുരസ്കാരങ്ങളിലെ മുൻവർഷ ജേതാക്കളെ അറിഞ്ഞില്ലെങ്കിൽ കൂടി എന്താണ് കേരള ജ്യോതിയിലെ മുൻവർഷ ജേതാക്കളെ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രഥമ കേരള ജ്യോതി എന്ന് പറയുന്നത് 2022 അന്ന് പുരസ്കാരം കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. ദെൻ 2023 അടുത്തത്, അത് പത്മനാഭനാണ്, ടി പത്മനാഭനാണ് അവാർഡ് കിട്ടിയത്. ദെൻ 2024 കഴിഞ്ഞ തവണത്തെ പുരസ്കാരം ആർക്കായിരുന്നു? MK സാനുവിനായിരുന്നു കഴിഞ്ഞ തവണത്തെ അവാർഡ് എന്ന് പറയുന്നത്. ദെൻ 2025 ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. ഇത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അവാർഡിലേക്ക് പോവാം. അടുത്ത ഏതാണ്? കേരള പ്രഭയാണ്. ഈ വർഷത്തെ കേരള പ്രഭ 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ പുരസ്കാരങ്ങളിൽ അങ്ങനെ പരിചിതമായ ഒരുപാട് മുഖങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ വളരെ കുറച്ച് നമുക്ക് പഠിച്ചെടുക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ കേരള പ്രഭ കിട്ടിയ 2 പേരിൽ ഒരാൾ PB അനീഷാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ കാരണമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത പുരസ്കാരം കിട്ടിയത്. കണ്ണൂർ സ്വദേശിയാണ്. ദെൻ കർഷകോത്തമ പുരസ്കാരം പോലെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന PB അനീഷ്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ രാജശ്രീ വാര്യർ, ആരാണ്? രാജശ്രീ വാര്യർ ആണ്. അപ്പോൾ കലയുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു ഭരതനാട്യം നർത്തകിയാണ് കേട്ടോ. ഭരതനാട്യമാണ് മെയിൻ എന്ന് പറയുന്നത്. ഭരതനാട്യം മാത്രമല്ല, മറ്റ് നൃത്തകലകൾ, അതുപോലെ തന്നെ സംഗീതം, ഇനി TV അവതാരിക, ഇങ്ങനെയുള്ള എല്ലാ റോളുകളിലും തിളങ്ങിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, രാജശ്രീ വാര്യർ എന്ന് പറയുന്നത്. സോ രാജശ്രീ വാര്യർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? കേരള പ്രഭാ പുരസ്കാരം 2025 കേരള പ്രഭാ പുരസ്കാരം കിട്ടി. ദെൻ രാജശ്രീ വാര്യർക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ 2012 പുരസ്കാരം കേട്ടോ. 2012 ഭരതനാട്യത്തിനുള്ള പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ 2012 ഭരതനാട്യത്തിനുള്ള പുരസ്കാരം ഈ പറയുന്ന രാജശ്രീ വാര്യർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് കേരള ശ്രീയിലേക്ക് പോവുകയാണ്. ഈ വർഷം 5 പേർക്കാണ് കേരള ശ്രീ കിട്ടിയത്. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ശശികുമാർ ആണ്. മാധ്യമ പ്രവർത്തനം എന്നാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. എന്നിരുന്നാൽ തന്നെയും ചലച്ചിത്ര നടനാണ്, അതുപോലെ തന്നെ സംവിധായകനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാവുന്ന 1-2 ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് നിന്റെ മൊയ്തീൻ പോലുള്ള ചിത്രങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ലൗഡ് സ്പീക്കർ തുടങ്ങിയ ചിത്രങ്ങളിലേക്ക് അഭിനയിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ശശികുമാർ. സോ അദ്ദേഹത്തിന് കേരള ശ്രീ ഇത്തവണ കിട്ടുകയുണ്ടായി. ഇദ്ദേഹത്തിന് കേരള സർക്കാരിന്റെ പ്രഥമ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. 2021 നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഈ പറയുന്ന ശശികുമാറിന് കിട്ടി. ദെൻ അദ്ദേഹത്തിന് നോട്ട് ചെയ്ത് വെക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് കായാ തരൺ എന്ന് പറയുന്ന ചിത്രം. ഇതൊരു ഹിന്ദി ചിത്രമാണ് കേട്ടോ, ഹിന്ദി ചിത്രമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ മെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു രചനയെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് കായാ തരൺ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം NS മാധവൻ, അദ്ദേഹത്തിന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്ന രചനയുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഹിന്ദിയിൽ ഇറക്കിയ സിനിമയാണ് ഏതെന്ന് പറയുന്നത് കായാ തരൺ. അത് സംവിധാനം ചെയ്തത് ഈ പറയുന്ന ശശികുമാർ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഷഹൽ ഹസൻ മുസ്ലിയാർ ആണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ദെൻ MK വിമൽ ഗോവിന്ദ്, അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പറയുമ്പോൾ പറയാതെ പോകാൻ കഴിയില്ല, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാതെ പോകാതെ കഴിയില്ല. അതായത് ബാൻഡി കൂട്ട് എന്ന് പറയുന്ന റോബോട്ട്, അതായത് ഇടയ്ക്ക് നമ്മൾ കുറേ കാലം കണ്ടതാണ് മാൻ ഹോളുകൾ വൃത്തിയാക്കുന്ന തൊഴിലാളികളൊക്കെ അവിടെ കുടുങ്ങിപ്പോയി മരിക്കുന്നത്. സോ അതിനുശേഷമാണ് പെട്ടെന്ന് മാൻ ഹോളുകൾ വൃത്തിയാക്കുന്ന റോബോട്ട് എന്ന് പറയുന്ന ആശയം വരുന്നത്. അങ്ങനെ മാൻ ഹോളുകൾ വൃത്തിയാക്കുന്ന റോബോട്ടുകളാണ് ബാൻഡിക്കൂട്ട്. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ സഹസ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് MK വിമൽ ഗോവിന്ദ്. അപ്പോൾ MK വിമൽ ഗോവിന്ദ് എന്ന് പറയുന്നത് എന്താണ്? ജെൻ റോബോട്ടിക്സിന്റെ സഹസ്ഥാപകനാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ജിലുമോൾ മാരി തോമസ്, ഈ പേരറിയാത്ത ഒറ്റ മനുഷ്യർ പോലും കാണില്ല അല്ലേ? നമുക്കറിയാം അല്ലേ? അതായത് 2 കൈകളില്ലാത്ത പെൺകുട്ടിയാണ്. 2 കൈകളില്ലാത്ത ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ഈ ലോകത്തോട് കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ തന്റെ പോരായ്മകളിലും മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടി. ഓൾറെഡി PSCയും ചോദിച്ചതാണ്. 2 കൈകളില്ലാതെ ലൈസൻസ് നേടിയ ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് അല്ലേ? അപ്പോൾ ജിലുമോൾ മാരിയറ്റ് തോമസിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കേരള ശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അഭിലാഷ് ടോമി, ഇദ്ദേഹത്തെയും അറിയാം. അതായത് 2022 സ്റ്റാർട്ട് ചെയ്തു, 2023 അവസാനിച്ച ഗോൾഡൻ ഗ്ലോബ് റേസ്, പായ്വഞ്ചി ഓട്ട മത്സരം. അതുകൊണ്ടാണ് കായികം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത മലയാളിയാണ്. വെറുതെ പങ്കെടുത്തു എന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ആരെന്ന് പറയുന്നത്? അഭിലാഷ് ടോമി. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അദ്ദേഹത്തിനെ കൂടെ ഓർത്ത് വയ്ക്കുക. സോ ഇത്രയും പേർക്കാണ് കേരള ശ്രീ കിട്ടിയത്. സോ ഇത്രയാണ് കേരള പുരസ്കാരങ്ങൾ. അപ്പോൾ കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ 2 പേർക്ക്, കേരള ശ്രീ 5 പേർക്ക് കൃത്യമായി നോട്ട് ചെയ്യുക.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം. ഈ പുരസ്കാരത്തെ പറയേണ്ടല്ലേ, എഴുത്തച്ഛൻ പുരസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാർ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇതൊക്കെ ബേസിക് ഫാക്ടുകളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഏറ്റവും പുതിയ അപ്ഡേഷൻ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? KG ശങ്കരപ്പിള്ള. അപ്പോൾ KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം ഓർക്കുക. അതായത് NS മാധവൻ അധ്യക്ഷനായിട്ടുള്ള പുരസ്കാര നിർണയ സമിതിയാണ് എന്ത് ചെയ്തത്? അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. സോ ഈ പുരസ്കാര സമിതിയുടെ അധ്യക്ഷൻ NS മാധവനായിരുന്നു, അതുകൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ KG ശങ്കരപ്പിള്ളയ്ക്കാണ് പുരസ്കാരം. അപ്പോൾ KG ശങ്കരപ്പിള്ള പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 അംഗീകാരങ്ങൾ, 2 അവാർഡുകൾ കൂടി ഒന്ന് പറയാം. ഒന്ന് 1998 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗം കേട്ടോ. 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ 2002 കേട്ടോ, 2002 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് കേട്ടോ. അപ്പൊ ഈ 2 അംഗീകാരങ്ങളും KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ല ഏതാണ്? അത് കല്യാൺ സിംഗ് നഗർ. ഇതാണ് കല്യാൺ സിംഗ് നഗർ ആണ്. അപ്പൊ ഈ കല്യാൺ സിംഗ് എന്ന് പറയുന്നത് മുൻപ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് കല്യാൺ സിംഗ്. ദെൻ ഈ ഒരു ജില്ല നിലവിൽ വരുന്നതോടുകൂടി ഉത്തർപ്രദേശിലെ ജില്ലകളുടെ എണ്ണം എത്രയാകും? 76 ആകും. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത്, അംഗീകരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമുക്കറിയാം 2025 ചെസ് ലോകകപ്പ് എവിടെ വെച്ചാ? ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണ്. ഇന്ത്യയിൽ എവിടെ വെച്ച് നടക്കുകയാണ്? ഗോവയിൽ വെച്ച് നടക്കുകയാണ്. സോ ഈ ഒരു ചെസ് ലോകകപ്പിലെ ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് എന്താണ്? 2025 ചെസ് ലോകകപ്പ് വിജയിക്കുന്ന അല്ലെങ്കിൽ എന്താണ് അതിൽ കിരീടം നേടുന്ന ആൾക്കാർക്ക് നൽകുന്ന ട്രോഫി ഏതാണ്? വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. എന്താണ്? വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചെസ് താരമാണ് ആരെന്ന് പറയുന്നത്? വിശ്വനാഥൻ ആനന്ദ്. സോ അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രോഫിയാണ് നൽകുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി വേദി പറഞ്ഞു അല്ലെ, ഗോവയാണ്. 2ാമത് തവണയാണ് ഇന്ത്യ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിനു മുൻപ് 2002 അന്ന് ഹൈദരാബാദാണ് വേദിയായത്. സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇന്ന് അതിൻ്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് അല്ലെ, നമ്മുടെ വനിതാ ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ സെമി മത്സരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് മിറാക്കിൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലൊരു സെമി ഫൈനൽ പോരാട്ടമായിരുന്നു. കാരണം എന്താണ്, പടക്കുതിരകളായിട്ട് കുതിച്ചെന്ന് തന്നെ നമുക്ക് പറയാം. തോൽവി അറിയാതെ കുതിച്ചു കഴിഞ്ഞ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യയും എന്ത് ചെയ്തിരിക്കുന്നു? സെമിയിലും എത്തിയിരിക്കുന്നു. സോ 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. സോ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഈ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്തത് ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ, അത് ഇളം പാർത്തി AR. ആരാണ്? ഇളം പാർത്തി AR ആണ്. അപ്പോൾ 90 പറഞ്ഞതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള 2 കൂടി പറയാം. 89 രോഹിത് കൃഷ്ണ. ആരാണ്? രോഹിത് കൃഷ്ണയാണ് 89 എന്ന് പറയുന്നത്, അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ 88 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. നമ്മുടെ ദിവ്യ ദേശ്മുഖ് ആണ് എത്രയെന്ന് പറയുന്നത്? 88. ദിവ്യ ദേശ്മുഖ് 88 ആണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള കാര്യം, 2026 വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖാവാഹകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ആരെന്നാണ്? അത് അഭിനവ് ബിന്ദ്രയാണ്. നമുക്കറിയാം ഇദ്ദേഹം 2008 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബീജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണം നേടി. അതായത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് അഭിനവ് ബിന്ദ്രയാണ്. ദെൻ അതുപോലെ തന്നെ 2024 ഇദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഓർഡർ, അതായത് പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഈ ഒരു ദീപശിഖ ഏന്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തെ 2025 എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസഡർ ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യം നോക്കുക. അതിനൊപ്പം ഒരു അപ്ഡേഷൻ പോയിന്റ് കൂടി, എന്താണ് 2026 വിന്റർ ഒളിമ്പിക്സിന്റെ ദീപശിഖാവാഹകനായിട്ടും എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഗോൾ മുഖത്തെ കടുവ എന്നൊക്കെ അറിയപ്പെടുന്ന ഹോക്കി താരമായിട്ടുള്ള മാനുവൽ ഫെഡറിക് അന്തരിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ്. അതായത് 1972 ഹോക്കിയിൽ 1972 ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത് മാനുവൽ ഫെഡറിക്. അതായത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഗോളിയായിരുന്നു. ദെൻ 2019 എന്താണ് ധ്യാൻചന്ദ് പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യും. ഒരുപാട് 10th ലെവൽ എക്സാംസ് വരികയാണ്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെബ്കോ LDC, ദെൻ 2027 LDC. സോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. ഏറ്റവും പുതിയ SCRT ഫാക്ടറുകൾ ഇൻക്ലൂഡ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി സിലബസ് ഓറിയന്റ് ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഈ റാങ്ക് ഫയൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ പോയിന്റ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആര് എന്നാണ്. റസോൽ പൂക്കുട്ടി. ദെൻ അതിനുശേഷം പറഞ്ഞത് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് അതാരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ രണ്ട് കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ അത് കൺഫേം ആയതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 തെലങ്കാന മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് പറഞ്ഞു. മുഹമ്മദ് അസറുദ്ദീൻ ആണ്. ദെൻ സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ പോലീസ് പരിശോധന ഏതാണ്? ഓപ്പറേഷൻ സൈഹണ്ട. ദെൻ അതിനുശേഷം കേരള പുരസ്കാരങ്ങൾ പറഞ്ഞു. 3 കാറ്റഗറി ഏതൊക്കെ? കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. അതിൽ കേരള ജ്യോതി കിട്ടിയത്, അതായത് പരമോന്നത പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. ദെൻ കേരളപ്രഭ PB അനീഷിനും രാജശ്രീ വാര്യർക്കുമാണ്. ദെൻ കേരളശ്രീ 5 പേർക്ക് ശശികുമാർ, ഷഹൽ ഹസൻ മുസലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിഡ് തോമസ്, ദെൻ അഭിലാഷ് ടോമി. ഇത്രയും പേരൊന്ന് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2025 എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു. ആർക്കാണ്? KJ ശങ്കരപിള്ളയ്ക്ക്. ദെൻ അതിനുശേഷം ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയെ പറ്റി പറഞ്ഞു. ഏതാണ്? കല്യാൺ സിംഗ് നഗർ ആണ്. അതിനുശേഷം പറഞ്ഞത് 2025 ചെസ് ലോകകപ്പ് എവിടെ വെച്ച? ഗോവയിൽ വെച്ച് നടക്കുന്നു. അതിൽ ജേതാക്കളാവുന്നവർക്ക് ഏത് ട്രോഫി? വിശ്വനാഥൻ ആനന്ദ് ട്രോഫി കൊടുക്കുമെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. ദെൻ അതിനുശേഷം ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്ററെ പറ്റി പറഞ്ഞു. അതായത് ഇളം പാർത്തി AR ആണ്. ദെൻ 2026 വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖാവാഹകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ദെൻ 2025 അന്തരിച്ച മലയാളി ഹോക്കി താരം ആരാണ്? മാനുവൽ ഫെഡറിക. സോ ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2025 ഒക്ടോബറിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് എവിടെ എന്നാണ്. അപ്പോൾ ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2025 ഒക്ടോബറിലെ ICC പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആര് എന്നാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് ആര് എന്നാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ഓവറോൾ നേടിയത് തിരുവനന്തപുരമാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത തവണ കണ്ണൂരായിരിക്കും നടക്കുക. അപ്പോൾ ഇപ്പോൾ നടന്നത് ഒളിമ്പിക്സിന്റെ മാതൃകയിലുള്ള 2ാമത്തെ സ്കൂൾ കായികമേള. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഏതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തങ്കു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മുയലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. അതുപോലെ ഗുഡ് വിൽ അംബാസിഡർ എന്ന് പറയുന്നത് കീർത്തി സുരേഷ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യമെന്നാണ്. ഇതിന്റെ ആൻസർ ഏതാണ്? സൗദി അറേബ്യ ആണ്. അതായത് 2032 പണി പൂർത്തിയാകും എന്നാണ് പറയുന്നത്. കാരണം 2034 ഫിഫ പുരുഷ ലോകകപ്പ് എവിടെ വെച്ചാണ് നടക്കുക? സൗദി അറേബ്യയിലാണ് നടക്കുക. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 നവംബർ 1-2 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.